ഹായ് എല്ലാവർക്കും സുഖമാണോ? അവിടേക്ക് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ, ചൂടുണ്ടോ, മഴയുണ്ടോ എന്നൊക്കെ പറയണം കേട്ടോ. ഇവിടെ മഴയൊന്നും ഇല്ല, ചൂടോട് ചൂട് തന്നെ. ദേഹമൊക്കെ ഇങ്ങനെ കുരുക്കൾ വന്ന് പൊട്ടി പൊട്ടി ഒരു പരിവായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ചൂട് സമയത്ത് പുറത്തിറങ്ങാൻ പോലും എനിക്ക് മടിയാണ്. പക്ഷെ ഒന്ന് രണ്ട് അത്യാവശ്യ കാര്യങ്ങളുള്ളത് കൊണ്ട് ഇറങ്ങിയേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇറങ്ങിയ കേട്ടോ. ആദ്യം തന്നെ അംഗനവാടിയിൽ പോയിട്ട് ഋതുവിന് പൊടി കിട്ടാനുണ്ടായിരുന്നു, അങ്ങനെ അത് മേടിച്ചു. കഴിഞ്ഞ മാസം കിട്ടിയില്ല, അപ്പം ചോദിച്ചപ്പോൾ ആ മാസം വന്നില്ല എന്നൊക്കെ ആട്ടോ പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് ഈ മാസം കിട്ടുന്നതാവട്ടെ എന്ന് പറഞ്ഞ് പോയി മേടിച്ചിട്ട് വന്നതാണേ. പിന്നെ ഞങ്ങൾക്ക് ഒന്ന് രണ്ടിടത്ത് പോകേണ്ടത് ബാങ്കിലൊക്കെ കയറാനുണ്ടായിരുന്നു, കുഞ്ഞിനും എനിക്കും ഒക്കെ. അങ്ങനെ ഞങ്ങളിതാ ബാങ്കിലൊക്കെ കയറിയിട്ട് ഇറങ്ങി ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് റിതൂട്ടിന് എൻ്റെ കൈ കിടന്ന ആ ബ്രേസ്ലെറ്റ് പൊട്ടി. ശരിക്കും എനിക്ക് ഭയങ്കര സങ്കടമായി. ഇനി സംഗി ഇപ്പോൾ വന്നപ്പോൾ കൊണ്ടു തന്നെയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ സങ്കടം കൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റാത്തത്. ഞാനത് പറഞ്ഞിട്ടേ ഇരിക്കണം, നീ എന്നാലും അമ്മയുടെ കൈ കിടന്ന് പൊട്ടിച്ചല്ലോ എന്ന്. ഒരുപാട് വിലയുള്ള സാധനമൊന്നും അല്ല, പക്ഷെ എനിക്ക് ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ട് കിട്ടിയൊരു സാധനമായിരുന്നേ. എനിക്കിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ അത് വലിയ വിലയൊന്നും ഇല്ലാത്ത ആയാലും ചെറിയൊരു ഗിഫ്റ്റ് ചെയ്താലും എനിക്കത് ഭയങ്കരമായിട്ട് ഞാൻ വാല്യൂ കൊടുക്കും കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാനത് കൊണ്ട് നടക്കും, അത് സൂക്ഷിച്ച് ഇങ്ങനെ വെച്ചേക്കും കേട്ടോ. പക്ഷെ അത് പൊട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. തങ്ങി പറഞ്ഞു, നീ വിഷമിക്കേണ്ടടി, നിനക്ക് ഞാൻ വരുമ്പോൾ വേറെ വാങ്ങിച്ചോണ്ട് തരാമെന്ന്. പക്ഷേ ഇത് ആവില്ലല്ലോ, അത് ആ ഒരു സങ്കടം കേട്ടോ എനിക്ക്. അങ്ങനെ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ അവിടെ റൈസും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ ഇവിടെ എല്ലാം കയറിയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ എന്നാൽ വിശപ്പിന് അതെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് പൊറോട്ടയും ബീഫ് റോസ്റ്റും മാത്രമായിരുന്നു. അങ്ങനെ അത് കഴിച്ചു. പിന്നെ ഋതുവിനെ ഞാൻ കുറുക്കുണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അവിടെ വെച്ച് കൊടുത്തെങ്കിലും കുറച്ചേ അവൾ കുടിച്ചുള്ളൂ. അത് കഴിഞ്ഞ ആൾ ഭയങ്കര ഇടങ്കേറായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവിടുന്ന് ഒരു ജ്യൂസ്, ഞങ്ങൾ ലെമൺ ജ്യൂസ് മേടിച്ചത്, അവൾക്ക് അന്നേരം അത് വേണം. അങ്ങനെ അതിന് തുള്ളി മാത്രം അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് കാറ് നമുക്ക് മാറ്റിയെടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അതായത് മാനുവലാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്, ഓട്ടോമാറ്റിക് മേടിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതാ ഞങ്ങൾ ഒന്ന് രണ്ട് ഷോറൂമിലേക്ക്. ഡിഡുട്ടിന് കരിക്കുണ്ട്, പറ്റ വെട്ടിയേക്കും, ഇച്ചിരി കൂടെ വെട്ടിയാൽ മതി. വേണം അകത്തോട്ട് അമ്മ വെട്ടിത്തരാം കേട്ടോ. കണ്ണൊന്നും കാണുന്നില്ല, എവിടെയാണ് സ്വിച്ച്? താഴെ താഴെ ചോറിരിക്കുന്ന കാര്യം എന്തുവാ? നീ വേണ്ടതോ എന്താ പറഞ്ഞേ? ആ വിളിക്ക, അമ്മച്ചമ്മോ വിളിക്ക്. ആ നല്ല മണം വരുന്നു. അല്ലെ ചിക്കൻ കറി. പിന്നെ ചാന്ത കയ്യിൽ കൊടുത്തു, ചാന്തയില്ലായിരുന്നു ഞങ്ങൾ. സൂപ്പർ, അന്നേരം ഉണ്ടാക്കിയതാ. നിങ്ങൾ മണം ഉണ്ടോ നോക്ക്, പിന്നെ മണം ഉണ്ടോ നോക്ക്, ആപ്പിച്ചോക്ക് പൊന്നാക്കാതെ പോലെ. എങ്ങനെയാക്കുന്നത്? എന്നാ പിച്ചോ, പോയിട്ട് വാങ്ങിച്ചോ, തരാൻ പറയുക കഴിക്കാൻ വേണ്ടിട്ട്. കപ്പിളിനാണ് നിനക്ക് കണ്ണിൽ കൊണ്ടുപോകാൻ പയറ് കായപ്പൊടി, ചെറുപയറ് പൊടിച്ചതല്ലല്ലോ, വിളർത്തിയത് വേണം നിനക്ക്. ഇവിടെ ഇച്ചിരി കൂടി വേണ്ട വേണ്ട, എനിക്ക് അത് തന്നെ മതി. പരിപ്പ് വെക്കാൻ ഒരു പിടിയല്ലേ ഇടുന്നോളൂ, ഞാൻ ഒരു പിടി പരിപ്പ് വെക്കണ്ടേ ഇതും കൂടെ? ആ അത് കഴിക്കാൻ പറ്റില്ല, കഴിക്കാൻ പറ്റില്ല.
ഷാലു അങ്ങ് പോയപ്പോൾ സംഗി പിന്നെ പിറ്റേന്ന് അവളങ്ങ് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിറ്റേന്ന് അങ്ങോട്ട് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു വീട്ടിലോട്ട്. 2 ദിവസം അമ്മച്ചമ്മയുടെ അടുത്തൊക്കെ നിൽക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് അവൾ പിന്നെ ഇന്നാട്ടോ വന്നത്. പോയിട്ട് വന്നപ്പോഴത്തേക്ക് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു തിന്നാൻ വേണ്ടിയിട്ട്, അതായത് മുണുങ്ങാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങളുണ്ട്, സ്പെഷ്യൽ സാധനങ്ങളൊക്കെ. ഇതെല്ലാം അത് തന്നെ മധുരം കുറവല്ലേ? നിങ്ങൾക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു. ഞാൻ ഇത് നിന്നിട്ടോ. ഇത് ലാസ്റ്റ് ഒന്നും മാവാം. റിതുട്ടനൊരു കാര്യമുണ്ട് കേട്ടോ. ആൾക്ക് നമ്മൾ എന്തെങ്കിലും കഴിക്കുന്നത് അവൾക്ക് അന്നേരം അതിൽ നിന്നൊരു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള് കിട്ടിയാൽ മതി കേട്ടോ. ആൾ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ അത് കൊടുത്തില്ലെങ്കിൽ ആൾക്ക് ഭയങ്കര വിഷമമായിരിക്കും, ഇങ്ങനെ ബഹളം വെച്ചിട്ടേ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും അവൾക്ക് കൊടുക്കാൻ പറ്റുന്നതിലാണെങ്കിൽ അതിൽ നിന്നൊരു നുള്ള് പിച്ച് കൊടുക്കും കേട്ടോ. പിന്നെ കിണ്ണത്തപ്പം കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, മധുരം കുറവായിരുന്നു. ഞങ്ങൾക്ക് മധുരം അധികം കഴിക്കാത്തത് കൊണ്ട് തന്നെ കുറച്ച് എങ്ങനെ പറഞ്ഞ എങ്ങനെ ചിരിക്കാതെ കൊച്ചി കളിക്കും. അങ്ങോട്ട് ആക്കാൻ കൊച്ചാക്കുന്നതല്ലേ. എങ്ങനെ പറഞ്ഞ എങ്ങനെ ഇങ്ങനെ കൂടെ ആക്ക്. എന്റെ ഇവിടെയൊക്കെ വേദനിക്കുന്നത് ചിരിച്ച് ചിരിച്ച് പിന്നെ നോക്കി ആക്കുന്ന അങ്ങോട്ട് ആക്കി കൊച്ചിനോട് ഞങ്ങളുടെ റിതുട്ടിൻ്റെ ഫുഡ് കഴിപ്പോൾ ഇതാ ഇങ്ങനെ ആട്ടോ, ഭയങ്കര ചില്ലടിച്ചിട്ടാട്ടോ ഫുഡ് കഴിക്കുന്നത്. എന്തെങ്കിലും ഉള്ളിലോട്ട് പോകണമല്ലോ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ കാണിക്കണം ഈ പ്രകടനങ്ങളൊക്കെ. പാട്ട് പാടും, ഡാൻസ് കളിക്കും, കഥ പറയും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടോ. കുഞ്ഞിൻ്റെ വിചാരം കുഞ്ഞിൻ്റെ അമ്മ ഭയങ്കര സംഭവമാണ് കേട്ടോ. ഇല്ലെന്ന് എനിക്കല്ലേ അറിയുള്ളൂ, പക്ഷെ അവളുടെ വിചാരം അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അതായിരിക്കും നല്ലേ അല്ലേ. അങ്ങനെ ഇതാ അവൾക്ക് ഫുഡ് കൊടുത്തിട്ട് ഞങ്ങളും പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇതാ 4 പേരും കൂടെ ബെഡൊക്കെ ഇട്ടിട്ട്, അതായത് ഹോളിൽ ബെഡൊക്കെ ഇട്ടിട്ട് അവിടെ കിടന്ന് കളിയും ബഹളവും. എന്തുവാ എന്താ എന്താ പൊന്നാടി എന്താണേ എന്താ എന്താ പൊന്നെ 11:30 ഉറങ്ങു കൂട്ടാ കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ അമ്മച്ചേക്ക് പോവും, നാളെ അമ്മച്ചേക്ക് പോവും. പിന്നെ ആരോട് കളിക്കുമെന്ന് അറിയാം. അതൊക്കെ മനസ്സിലായത് കളിയാ. കളിക്കാൻ വാ കൊച്ചിൻ്റെ കൂടെ. പൊന്നേ എന്താ എന്താണ് എന്ത് ചിരിച്ചു പറയുന്നേ? കിട്ടുന്നുണ്ട്. നീ എന്നെക്കാട്ടി നന്നായിട്ട് കുടിക്കുന്നു. എനിക്കാ ഫസ്റ്റ്. എങ്ങനെ വരൂ എങ്ങനെ അത് കളിയേട്ടാ. അയ്യോ എങ്ങനെ ഞാൻ നോക്കാം എന്നെ നോക്കിയിട്ട് മതിയോ? ആക്കടാന്ന് പ്രത്യേകിച്ച് പറയണോ? ഋതു എങ്ങനെ ആക്കുന്നേ? ഋതു ആക്ക് എങ്ങനെ ആക്കുന്നേ? എവിടുന്ന് പഠിച്ചു വന്നോ? ഇന്ന് വൈകിട്ട് പഠിച്ചതാ. തലകുലിക്ക് മറ്റേ ഇങ്ങനെയായിരുന്നു. എന്താണോ? ഒന്നുമില്ല.
ശരിക്കും പറഞ്ഞാൽ ഋതുവിൻ്റെ കളിയും ചെടിയും കാണുമ്പോഴത്തേക്ക് സമയം പോകുന്നേ അറിയില്ല. ഞാൻ ഉറങ്ങുന്നത് 2 മണി 3 മണിക്കൊക്കെയാണ് കേട്ടോ. അതായത് ഋതുവിന് ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ വല്ലതൊക്കെ ജോലികളൊക്കെ തീർക്കുന്നത്. അപ്പോൾ ഇന്നും കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. പിന്നെ സംഗീം കൂടെ ഉള്ളതുകൊണ്ട് അവളെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അധികം ജോലിയില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ.